തൃശൂർ മണപ്പുറം ഫിനാൻസിൽ നിന്നും 20 കോടി രൂപ തട്ടിയ സംഭവത്തിലെ പ്രതി ധന്യ മോഹനെ കോടതി റിമാൻഡ് ചെയ്തു. വിശദാംശങ്ങളുമായി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, വിശദാംശങ്ങൾ. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് വലപ്പാട് പോലീസ് ധന്യ മോഹനെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കിയത്. കോടതി 14 ദിവസത്തേക്കാണ് ഇവരെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടാണ് ഇവർ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. രാത്രി തന്നെ വലപ്പാട് പോലീസിന് കൊല്ലം പോലീസ് ഇവരെ കൈമാറുകയും ചെയ്തു. പുലർച്ചെ 3 മണിയോടുകൂടി ഇവരെ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. പിന്നീട് വിശദമായി അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിനു ശേഷമാണ് വൈകിട്ട് ഉച്ച കഴിഞ്ഞ് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം 5 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കിയത്. 19.94 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയിട്ടുള്ളത്. 18 വർഷത്തോളമായി ഇവർ ഈ മണപ്പുറം ഫിനാൻസിന്റെ ഒരു ഉപസ്ഥാപനത്തിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഈ 18 വർഷത്തോളം ജോലി ചെയ്തു വന്നിരുന്ന ഒരു വിശ്വാസം, ഈ വിശ്വാസം മുതലെടുത്താണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 5ഓളം വ്യാജ അക്കൗണ്ടുകൾ ബന്ധുക്കളുടെ പേരിൽ ഉൾപ്പെടെ ലോൺ അക്കൗണ്ടുകൾ വ്യാജ രേഖകൾ തയ്യാറാക്കി തന്നെ ഇത്തരത്തിൽ വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിച്ച് ഈ അക്കൗണ്ടുകളിലേക്ക് കമ്പനി അറിയാതെ പണം വകമാറ്റി 4.5 വർഷത്തോളമായി തുടർന്നു വന്ന തട്ടിപ്പാണിത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടത്തിയ ഒരു 80 ലക്ഷം രൂപയുടെ ഇടപാട്, കമ്പനി അറിയാതെ നടത്തിയ ഇടപാട് ഈ ജൂലൈ മാസത്തിൽ പിടിക്കപ്പെട്ടതോടുകൂടിയാണ് മുഴുവൻ തട്ടിപ്പുകളും പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കമ്പനി അധികൃതർ വലപ്പാട് പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് ഇന്നലെ വൈകിട്ട് പ്രതി കൊല്ലം പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്.